ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പലതവണ സംഘർഷം ഉണ്ടായെങ്കിലും സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരമൊരു തീരുമാനം ഇന്ത്യ എടുത്തപ്പോൾ എങ്ങനെ നമ്മൾ ഈ വെള്ളം സംഭരിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് വെള്ളം വഴിതിരിച്ചുവിടാം. പക്ഷേ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗംഗയിലേക്കോ യമുനയിലേക്കോ ഈ വെള്ളം സംഭരിച്ചുകൊണ്ട് വിശാലമായൊരു പദ്ധതി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നാം പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് വന്ന സർക്കാരുകളുടെ ഒരു എന്താ പറയുക താല്പര്യക്കുറവ്, അല്ലെ അവരത് കൃത്യമായ ഒരു ഭാവിയെ മുൻകണ്ടിയുള്ള പ്രവർത്തനം നടത്തിയില്ല. അതുകൊണ്ട് ഇതൊന്നും നടന്നില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് 300-700 മീറ്റർ നീളത്തിൽ കനാൽ നിർമ്മിച്ച് വെള്ളം നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പാകിസ്ഥാന് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. ഇതാണോ ശരിക്കും സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഈ പാക്റ്റ്, ആ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് 1960-ലെങ്ങാണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഭാരതത്തിലെ എല്ലാ ഹിമാലയൻ റിവേഴ്സും, പ്രശ്നങ്ങളുണ്ടാക്കുന്ന റിവേഴ്സും, ചില സമയത്ത് മാത്രം വെള്ളം കിട്ടുന്ന റിവേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെ നല്ലോണം വെള്ളം ഒഴുകും. കാരണം ഗ്ലേഷ്യർ ആണ്, അത് കുത്തി ഒഴുകി ആ ഭാഗങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാകും. എപ്പോഴും വെള്ളപ്പൊക്കമാണ്. അതേസമയത്ത് മറ്റു ചില റിവറുകളിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളമുണ്ട്. ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഹിമാലയൻ റിവേഴ്സ് കണക്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് 1970 തന്നെ പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷേ പല അണക്കെട്ടുകളും പല റോഡുകളും ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റുകൾ നടത്താനുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നെഹ്റു മരിച്ചതിന് ശേഷം 64-ന് ശേഷം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യവും റേഷനും. ഭാരതം അത്രയൊന്നും ഒരു റിച്ച് ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നില്ല. 1970-കളിലൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. ഇപ്പോൾ ആ അഗ്രികൾച്ചർ നല്ലവണ്ണം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം വേണം. 3 ഇടവേളകളായിട്ട് കൃഷി നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നല്ലപോലെ റിവർ വാട്ടർ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ. കാരണം മഴയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥലങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ ഇത് 1970-ൽ വലിയൊരു പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിലും അത് സാധിക്കില്ല എന്ന് ഉറപ്പാണ് കൊണ്ടുവന്നവർക്കും. കാരണം അതിനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ല. പിന്നെ വാജ്പേയിയുടെ കാലത്താണ് 1998-2004 ആ കാലഘട്ടത്തിലാണ്. അന്ന് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ റിവറിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാനൊക്കെ ഞാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇത് നടക്കുമെന്ന് വിചാരിച്ചൊരു പ്രോജക്റ്റാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് വേറെ കുറേ പ്രയോറിറ്റികളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 പ്രോജക്റ്റുകളാണ് ഭാരതത്തിൽ. ഒന്ന് റിവർ കണക്ഷൻസും ഒന്ന് റോഡ് കണക്ഷൻസും. അപ്പോൾ നമ്മൾ ക്വാർട്ടർ റോഡ് കണക്ഷൻസ്, തീര ഹൈവേ, ഇപ്പുറത്തെ കണക്ഷൻസ്, എല്ലാ റോഡുകളുടെയും ഹൈവേയുടെ പേരുകൾ ഈസ്റ്റ് വെസ്റ്റും നോർത്ത് സൗത്തും ഒക്കെ പേരുകൾ മാറ്റി പുതിയതുണ്ടാക്കുന്നു. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. അതുപോലെ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കൃത്യമായിട്ടും അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റിവേഴ്സ് കണക്ട് ചെയ്യുക. അത് ആ പ്രോജക്റ്റ് അടച്ചിട്ടിട്ടൊന്നുമില്ല. ഇൻ്റർ റിവർ ലിങ്കിങ് പ്രോജക്റ്റ് എന്ന IRLP എന്നോ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റുകൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രോജക്റ്റിൻ്റെ കുറച്ച് വകഭേദമായിട്ട് വെറും ഹിമാലയൻ റിവേഴ്സ് മാത്രം പോരാ, ബാക്കിയുള്ള റിവേഴ്സും കൂടി വേണം എന്നുള്ളതാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ രാവിലെ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഗംഗേ ജയമുനി ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധം ഗുരു എന്ന് ചൊല്ലുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്നാണ്, ആ വെള്ളത്തിലാണ് ഞാൻ കുളിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചൊല്ലുന്നത്. ഇതൊക്കെ കണക്ട് ചെയ്യേണ്ട റിവറാണ്. അങ്ങനെ കണക്ട് ചെയ്താലാണ് കിട്ടുക. അത് അത്ര എളുപ്പമല്ല. കാരണം മലകളുടെ ഇടയിലൂടെ ചുരങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊങ്കൺ റെയിൽവേ പോയതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ റെയിൽ ബ്രിഡ്ജ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തതുപോലെ ഇതിനൊക്കെ കുഴിക്കാൻ പറ്റുന്ന, തുരങ്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന JCBയും വലിയ മിഷൻസും ഒക്കെ ഇല്ലാത്തൊരു കാലത്ത് ഇതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പനാമ കനാൽ ഉണ്ടാക്കിയതുപോലെ ഒരു പ്രോജക്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത, ആ കഴിവ് നമുക്കുണ്ടായിരുന്നില്ല. അല്ല, പക്ഷേ അന്ന് പ്രശ്നമുണ്ട്. കാരണം 1960-ൽ വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ നമ്മൾ ഈ കരാറുണ്ടാക്കിയപ്പോൾ രവി, ജലം, ബിയാസ്, സിന്ധു ഉൾപ്പെടെയുള്ള നദിയുടെ കേസിൽ ചില രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം കൊടുത്തിട്ടില്ല. ഇന്ത്യക്ക് ഇരുന്നത് പാകിസ്ഥാന്. പക്ഷേ അവിടുത്തെ പ്രശ്നം പഞ്ചാബിൻ്റെ അധീനതയിലുള്ള ഈ പഞ്ചാബ് പ്രവിശ്യ, സിന്ധ് പ്രവിശ്യ, ഇവരുടെയൊക്കെ ഒരു വരുമാനം, അതായത് പാക് GDPയുടെ ഏറിയ പങ്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൃഷിയിൽ നിന്നുള്ള ഈ ഒരു വരുമാനമാണല്ലോ. അപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന
ഉപയോഗിക്കുന്ന ഈ ജലം അതുവഴി ഒഴുകിപ്പോയത് കൊണ്ടാണ്. നമുക്ക് ഈ ജലത്തെ മാറ്റി വിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ നമുക്ക് തടസ്സപ്പെടുത്തുക. ഇപ്പം അവർ ഭയക്കുന്നത് തന്നെയാണ്. അവിടുത്തെ പഞ്ചാബിലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് കയറി കലാപം ഉണ്ടാക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിയണമെങ്കിൽ അവർ കൃഷിയെ അത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ വെക്കുന്ന ഒരു വലിയൊരു പണിയല്ലേ അത്? ശരിക്കും ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ നേരിട്ട് യുദ്ധം ചെയ്യാം. പാകിസ്ഥാനും ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ളൊരു കാലമുണ്ട്, ചൈനയും ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ളൊരു കാലമുണ്ട്. ഇന്ന് നമ്മൾ യുദ്ധത്തെക്കാളും സ്ട്രാറ്റജിക്കായിട്ട് മൂവ് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ പൊളിറ്റിക്സിനെതിരെ, അവിടുത്തെ ഭരണാധിപന്മാർക്കെതിരെ കുഴപ്പമുണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമുക്കറിയാം. അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതും. എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഈ പാക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട്, കരാർ വേണ്ടാന്ന് വെച്ചിട്ട് നാളെ വെള്ളം കൊടുക്കില്ല ഒന്നുമില്ല. ആവശ്യത്തിന് നമുക്കെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ കൊടുത്താലും എടുത്താലും ബാക്കി നിൽക്കുന്ന അത്രയും വെള്ളം നമുക്കുണ്ടാവും. ഇതൊക്കെ ഒഴുകി പോകുന്ന കുറേ വെള്ളങ്ങളുണ്ട്. അത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്ര കണക്ട് ചെയ്താൽ സരസ്വതി റിവർ കംപ്ലീറ്റ് മുങ്ങിപ്പോയി, അതില്ല ഇപ്പോൾ. പക്ഷേ അതിന് ഭാഗമായിട്ട് ഈ യമുനയെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, ഗംഗയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അതിൽ കുറേ ഭാഗം പാകിസ്ഥാനിൽ ഒഴുകി അവർക്ക് കൊടുക്കുന്ന ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് ഈ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അവരെ നിരോധിക്കാനോ, അതാണ് മിക്കവാറും വെള്ളം നിരോധിക്കലല്ല, അതിനേക്കാളും കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് വെള്ളം ഫ്ലഡ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ്. അതാണ് നമ്മുടെ സ്ട്രാറ്റജിയും. അപ്പോൾ ആ ഫ്ലഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന വെള്ളം നമ്മൾ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്താൽ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ റിവറുകൾ നമുക്ക് വടക്ക് കിഴക്കൻ ഭാഗത്തും ഓടുന്നുണ്ട്. ഇവയൊക്കെ കൂടി കണക്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും അതിരുകൾ തമ്മിലില്ല. ഇപ്പം നമ്മൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ റിവറിൻ്റെ ഒരു ബോർഡറായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പോയ സമയത്ത് ബോട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു, ഇതിനപ്പുറത്ത് കടന്നാൽ ബംഗ്ലാദേശ്, ഇപ്പുറത്ത് കടന്നാൽ. ഇപ്പോഴും എൻ്റെ ഫോണിൽ മെസ്സേജ് ഇരിപ്പുണ്ട്, വെൽക്കം ടു ബംഗ്ലാദേശ് കവറേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ബംഗ്ലാദേശിൽ പോയി, പക്ഷെ ബംഗ്ലാദേശിൽ പോയത് ആ റിവർ വഴി ഇങ്ങനെ ബോട്ടിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് നോക്കും, അവർക്ക് തോണികളുടെ കളർ നോക്കിയിട്ട് പറയും ഇവൻ ബംഗ്ലാദേശ് തോണിയാണോ ഇന്ത്യൻ തോണിയാണോ എന്ന്. ആ ലേക്കിൽ നമുക്ക് നല്ലപോലെ ചുറ്റി നടക്കാം. ആ ഒരു റിലേഷൻഷിപ്പ് തമ്മിൽ അന്യോന്യം ഉണ്ട്. അതിപ്പോഴും പാകിസ്ഥാനുമായിട്ടും ഉണ്ട്. നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും രണ്ട് ഭാഗത്ത് നിൽക്കുന്ന പോലീസുകാരൻ ഇവൻ്റെ ചായ അവനും കൊടുക്കും, അവൻ്റെ ചായ ഇവനും കിട്ടും. നിങ്ങൾ വാഗാ ബോർഡറിൽ പോയിട്ട് പരേഡ് കണ്ടാൽ ഈ ആക്രോശിച്ചിട്ടുള്ള ഷൗട്ടിങ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ രണ്ടാളും കൂടെ ഒരേ സ്റ്റൈലിലാണ് ഫ്ലാഗ് എടുത്ത് നടക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പ്രശ്നമല്ല ഇത് പൊളിറ്റിക്കലായിട്ടുള്ളൊരു ലോകത്തെ അറിയിക്കാനുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള ചില മാർഗങ്ങളാണ്. ഇതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ സോൾവ് ചെയ്യും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ അങ്ങനെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അന്ന് ചെയ്തിട്ടുള്ള 1960 ചെയ്തിട്ടുള്ള ഒരു തെറ്റാണ് എന്നൊരു തോന്നലുണ്ടായിട്ട് തിരുത്താൻ ഒരു അവസരം കിട്ടിയ സമയത്ത് അത് നല്ലപോലെ ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ആർജവമുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നല്ലേ തെളിയിച്ചത്? കാരണം നമ്മൾ വെള്ളം കൊടുക്കില്ല എന്നല്ല പറഞ്ഞത്, വെള്ളം കൺട്രോൾ ചെയ്യുക. കാരണം നമ്മൾ ഷട്ടർ ഉയർത്തി കഴിഞ്ഞാൽ അവിടെ ഫ്ലഡ് ഉണ്ടാവും. അവർ പറയുന്നത് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഈ കാശ്മീർ മേഖലയിൽ ശക്തമായ മഴ പെയ്തപ്പോൾ ഷട്ടർ ഉയർത്തി കൊടുത്തു. അപ്പോൾ എന്ത് പറ്റിയതാണ്? പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മുഴുവൻ വെള്ളം കയറി, അവിടുത്തെ കൃഷി നശിച്ചു. അപ്പോൾ ഇപ്പോൾ അവിടെ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്ന സമയമാണ്. ഇപ്പോൾ വെള്ളം കൂടി ചെന്നാലും കുറഞ്ഞു ചെന്നാലും പ്രശ്നമാണ്. നമ്മളിതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി. ഇനിയിപ്പോൾ ഈ ഗംഗയിലേക്കും യമുനയിലേക്കും ഒക്കെ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകാൻ നമ്മൾ കനാൽ നിർമ്മിക്കുകയും വെള്ളം നമ്മൾ അങ്ങോട്ടേക്ക് ഒഴുക്കിക്കൊണ്ട് പോയാൽ ഇതേ പ്രതിസന്ധി അവർ നേരിടും. പ്രതിസന്ധി നേരിടുക എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായ കലാപം ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യവും പഞ്ചാബ് സിന്ധു മേഖല നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇത്രയും കാലം ചെയ്യാതിരുന്നത് മാറി മാറി വന്ന സർക്കാരുകൾ ഒരു ആർജവമില്ലാത്ത നിലപാട് കാണിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ സർക്കാർ പറയുകയാണ് അങ്ങനെയല്ല, നേരത്തെ ചെയ്തത് സംഭവിച്ച തെറ്റ് ഞങ്ങൾ തിരുത്താൻ പോവുകയാണ്. അത് പാകിസ്ഥാനിൽ നമുക്ക് ചിലപ്പോൾ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറ്റില്ല. അല്ല, ഇതൊക്കെ ഈ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളത് ആരാണ് പവർഫുൾ എന്നനുസരിച്ചിട്ടാണ്. അതെ. ഇപ്പോൾ ബോസ് പറയുമ്പോൾ സബോർഡിനേറ്റ് ടോളറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് ഓപ്പോസിറ്റ് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പവർ കൂടുതലാണ്. ആ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ലക്ഷ്യം. ആ പവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ട്രാറ്റജി കൊണ്ട്. ഇപ്പം ഈ വെള്ളം ഫ്ലഡ് ചെയ്യുന്ന സംഭവം ABC തന്നെയാണ്. ഈ ഭാരതം അങ്ങനെ നടത്തുമെന്ന് പോലും ചിന്തിക്കാത്തൊരു സമയത്ത് നമ്മൾ നടത്തിയ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞതാണ് വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്യല്ല, ഫ്ലഡ് ചെയ്യുക. കാരണം പല യുദ്ധങ്ങളിലും ഈ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പല സ്ഥലത്തും നമ്മൾ ചെയ്യാറുണ്ട്. അത് ഇപ്പം ബോർഡർ എന്ന് പറയുന്നത് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും വാട്ടർ ഫ്ലഡ് ഉണ്ടാക്കിയാൽ. കാരണം പല രാജ്യങ്ങളും പല സ്റ്റേറ്റുകളും പല ഡിസ്ട്രിക്റ്റുകളും തമ്മിലുള്ള ബോർഡർ പോലും റിവറാണ്. അപ്പം നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട് വേറൊരു വഴിക്ക് ഒഴുകിയാൽ അവരുടെ സ്ഥലം നമ്മുടേതാക്കാനും അവരുടെ ഇങ്ങടാക്കാനും പറ്റും. ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ചൈനീസുകാർ. ബോർഡറിൽ എപ്പോഴും ഓരോ കനാലും ഉണ്ടാക്കുന്ന സമയത്ത്
ഞാനൊക്കെ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇത് മാപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അവരെ അവിടെ ഒരു ഡാം ഉണ്ടാക്കുന്നത്? ഡാം ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി ജനറേഷനും ഒക്കെ ആവണമല്ലോ. അപ്പോൾ ഇതൊക്കെ സ്ട്രാറ്റജികളായിട്ട് പല രാജ്യങ്ങളും അന്യോന്യം ചെയ്യാറുള്ളതാണ്. ഏറ്റവും വളട്ടൈഡ് ആയിട്ടുള്ള രണ്ട് ഇത്തരം പ്രദേശങ്ങളെന്ന് പറയുന്നത് ക്രീക്സ് എന്നാണ് പറയുക. റിവേഴ്സിന് കറക്റ്റായിട്ടൊരു പാത്തില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുമ്പോൾ ക്രീക്സ് എന്നാണ് പറയുക. അതുള്ളത് രണ്ട് ഭാഗത്തും ഉണ്ട്. പാകിസ്ഥാൻ ക്രീക്സും ഉണ്ട്, കറാച്ചിയിലൊക്കെ പാകിസ്ഥാൻ ക്രീക്സ് ഉണ്ട്, ബംഗ്ലാദേശിലും ഇതേപോലുള്ള ക്രീക്സ് ഉണ്ട്. ഈ രണ്ട് ക്രീക്സും നമ്മുടെ അടുത്ത് നിന്ന് പോകുന്ന വെള്ളമാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യൻ ഭരണാധികാരി നൽകിയൊരു സൂചന, അല്ല കൃത്യമായി പറഞ്ഞ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല, ചർച്ചയും തീവ്രവാദങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോയില്ല. കൃത്യമായ മെസ്സേജ് അല്ലേ നൽകിയത്? വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ്. ഈ തീരുമാനം എടുക്കാനുള്ള നോട്ടുകൾ പണ്ടും പോയിട്ടുണ്ട്. പക്ഷെ അതെടുക്കാനുള്ള ആർജവം, അതിനുള്ള ശക്തി, അതിനുള്ള ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് ഇതൊക്കെ ഉണ്ടാവണം. അത് നമുക്കുണ്ട് ഇപ്പം എന്നുള്ളതാണ് നമ്മുടെ ശക്തി. രാജ്യാന്തര തലത്തിൽ നമ്മുടെ നയതന്ത്ര നിലപാട് വളരെ കൃത്യമാണെന്ന് തെളിവുകൾ സഹിതം കാണിച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അതെ. അപ്പോൾ ഈ ജലത്തിന് വേണ്ടിയായിരിക്കും ഇനി ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് പോലെ ഇതേ ജലത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്ന ഒരു കാലവും വിദൂരമല്ല എന്ന് പറയേണ്ടി വരും. അല്ല, ഇത് പലപ്പോഴും നമ്മളിപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ വെള്ളത്തിൽ പ്രശ്നമില്ലേ, കർണാടകവും കേരളവും തമ്മിൽ വെള്ളത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാ സ്റ്റേറ്റ് മുതൽ സ്റ്റേറ്റും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഒരു രണ്ട് രാജ്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ സർവ്വസാധാരണമാണ്. അപ്പോൾ അതൊക്കെ മാറ്റി തീരുമാനം എടുക്കാൻ പറ്റുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറേ കാലത്തേക്കുള്ള, ഇപ്പം 1960 ഉണ്ടായിട്ടുള്ള ഒരു പാക്റ്റ് നമ്മൾ 65 കൊല്ലം നിലനിർത്തി എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ ഫ്രിക്ഷനൊക്കെ ഉള്ളപ്പോഴും. അപ്പോൾ ആ ഒരു തോന്നൽ, ആ ഒരു മനസ്സ് അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു മാറ്റം അവിടുത്തെ പൊളിറ്റിക്സിൽ ഉണ്ടായിക്കൂടാമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് സാധാരണ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇൻറ്റേർണലായിട്ട് അവരെ ഒരു സ്ട്രോങ് ആക്കുക, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും. കാരണം ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചോളും. അതുകൊണ്ടാണ് ഈ കലാമിറ്റി വരുന്ന സമയത്ത് റിലീജിയനും നിലപാടുകളും ഒക്കെ മാറിയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചില സ്ഥലങ്ങളിരിക്കില്ല, അതുപോലെ ആവും. അപ്പോൾ അവർ തമ്മിലൊക്കെയുള്ള ഒരുക്കങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. പാകിസ്ഥാനും മാറും, അല്ലെങ്കിൽ മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം. മാറട്ടെ അല്ലേ, മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ആരെങ്കിലും വിചാരിച്ചു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? ഇപ്പോൾ ശ്രീലങ്കയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആ പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിഭവശേഷി ഇല്ലാത്തപ്പോഴാണ്. ആ വിഭവശേഷിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് വെള്ളം തന്നെയാണ്. ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. വെള്ളമില്ലെങ്കിൽ അവർക്കൊന്നും കൃഷി ഉണ്ടാക്കാൻ പറ്റില്ല. കൃഷിയില്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങും. ഇപ്പോൾ ഉക്രൈനിലും ഏറ്റവും നല്ല കൃഷി ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊരു രാജ്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ധാന്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു രാജ്യമാണ് ഉക്രൈൻ. അപ്പോൾ ഇതും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവാണ് നമ്മുടെ. അല്ലെങ്കിൽ 2002-ലും 2003-ലും ഒക്കെ തുടങ്ങിയിട്ടുള്ള യുദ്ധം 2-2.5-3 വർഷങ്ങളൊക്കെ നിലനിൽക്കല്ലേ. നമ്മൾ 2 ആഴ്ച കൊണ്ട് തീർത്തില്ലേ? വലിയൊരു കഴിവല്ലേ. ഇതിപ്പോൾ നീണ്ടു പോയിട്ട് 2 കൊല്ലമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ചു. നമ്മുടെ ഇന്ന് ചെയ്യുന്ന വർത്തമാനം പറയാൻ പറ്റാത്ത അവസ്ഥയാവും. സൗത്ത് ഇന്ത്യയിൽ അത്ര പ്രശ്നമില്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ശരിക്കും പ്രശ്നം ഉണ്ടാവും. അതെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അത് ചെറിയൊരു തട്ട് കൊടുത്ത സമയത്ത് തിരിച്ച് 2 തട്ട് അങ്ങോട്ട് കൊടുത്തു എന്ന് മാത്രം, അത്രയൊക്കെ പറയണ്ടു. കാരണം നമ്മുടെ ഭഗവത് സങ്കല്പങ്ങളിലും ഒരു ഭാഗത്ത് ആശീർവാദം കൊടുക്കുമ്പോൾ പിന്നിലൊക്കെ ഇഷ്ടം പോലെ വെപ്പം വെച്ചിട്ടാണ് ഭഗവാൻ ഭഗവതിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസമുള്ള ഭരണാധിപന്മാരെപ്പോഴും അഗ്രത ചതുരോവേദ പൃഷ്ഠജ ശശരം ധനൂർന്നാണ്. ഞാൻ ഡോക്യുമെൻ്റ് പ്രകാരം നമ്മളൊക്കെ സൈനൊക്കെ ചെയ്ത് ആശീർവാദമൊക്കെ കൊടുക്കാം, പക്ഷെ പൃഷ്ഠജ ശശരം ധനൂർ, എവിടെയൊക്കെ ആയുധം ഉപയോഗിക്കണോ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ പെർമിഷനും തന്നിട്ടുള്ളവരാണ് ഭാരതീയ സിദ്ധാന്തവും ശാസ്ത്രവും. എവിടെയൊക്കെ ആയുധം ഉപയോഗിക്കണോ അവിടെയൊക്കെ ഉപയോഗിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്ട്രാറ്റജി കൃത്യമാണ്. അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുന്നുണ്ട്. അത് പ്രതികരിക്കാനുള്ള കഴിവില്ല എന്നറിയുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പ്രതികരിക്കാൻ കഴിവുണ്ടെങ്കിൽ അപ്പം തന്നെ തീർത്തു കൊടുക്കാമായിരുന്നു. അപ്പോൾ അവർ പ്രതികരിക്കില്ല എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ സഹായിക്കാത്ത രാജ്യം ഏതാണുള്ളത്? എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. നാളെ പാകിസ്ഥാനിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കുറേ പേർക്ക് പ്രശ്നം ഉണ്ടാവട്ടെ, ഉറപ്പാണ് ആദ്യത്തെ ഫ്ലൈറ്റ് ഇന്ത്യ എന്നാണ് പോവുക. കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ കയറ്റി അയച്ചു കൊടുക്കും. എത്രയോ രാജ്യങ്ങളെ അവരവരുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മെഡിസിനായിട്ടും ഫുഡായിട്ടും ഡ്രസ്സായിട്ടും ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം വേറെ ഉണ്ടാവില്ല. മരുന്നായിട്ട് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കൊടുക്കാൻ ഇന്ത്യക്ക് കോവിഡ് കാലത്ത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബിയോണ്ട് ഇമാജിനേഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 50 രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാന ഭരണാധിപന്മാർ ഇന്ത്യയിൽ വന്നത് GPay എങ്ങനെയാണ് ഇന്ത്യയിൽ നടത്തുന്നതെന്ന് അറിയാനാണ്. അറിയോ?
അമേരിക്കയിൽ എൻ്റെ ഒരു കാശ് വേറൊരാൾക്ക് അയക്കണമെങ്കിൽ 24 മണിക്കൂർ മിനിമം വേണം. ഇന്നും ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. എല്ലാ സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ എൻ്റെ സുഹൃത്തിന് കാശ് അയക്കണമെങ്കിൽ 24 മണിക്കൂർ മിനിമം ഉണ്ടായാലേ അങ്ങോട്ട് എത്തുള്ളൂ. ഇവിടെ 1 സെക്കൻഡ് കൊണ്ടെത്തുന്നു. ഇന്ത്യ എത്ര മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമെന്ന് നമ്മൾ അറിയണം. അത് ആരും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നു അല്ലേ? എത്രയോ പേര് പരിഹസിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലല്ലോ അത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ? ഭിക്ഷക്കാർ പോലും ഉപയോഗിക്കുന്നു ഇല്ലേ? ഇപ്പൊ കാശ് കൊടുക്കേണ്ട കാര്യമില്ല. അവർ പറയുന്നത് ഇതാണ് എൻ്റെ സ്കാൻ ചെയ്തിട്ട് അടച്ചു പറയുന്ന കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ സാങ്കേതിക രംഗത്ത് നമ്മുടെ വളർച്ചയാണ് ലോകത്തെ 4th എക്കണോമിക് കൺട്രി ആയിട്ട് നമ്മളെ വളർത്തി അല്ലേ? നമുക്ക് അഭിമാനിക്കാം. പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ എക്കണോമിക് പവർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ പ്രോബബ്ലി 4% കയ്യിലാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പെർ ഹെഡ് GDP എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു എന്ന് ചോദിച്ചാൽ ഉയർന്നിട്ടില്ല എന്ന് ഇപ്പോഴും പറയണം. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരും ഇൻ്റർനെറ്റ് ഇല്ലാത്തവരും ഇലക്ട്രിസിറ്റി ഇല്ലാത്തവരും ഭക്ഷണമില്ലാത്തവരും ഒക്കെ കുറേ പേരുണ്ട്. അത് മാറ്റാൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യ പ്രോഗ്രസിങ് ആവുള്ളൂ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഒക്കെ ആവും. അപ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് കൂടി ഉണ്ടായി എല്ലാവരെയും ഇൻക്ലൂസീവ് ആക്കണമെങ്കിൽ ഇനിയും കുറേ കാലം നമ്മൾ മെനക്കെടേണ്ടി വരും. എന്തായാലും 2047 വലിയ ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ, നമുക്ക് കടന്നു വരട്ടെ അല്ലേ? പ്രാർത്ഥിക്കാം. ഇത്ര പറ്റും. ഇപ്പം നമ്മൾ ഈ വെള്ളം അങ്ങോട്ടേക്ക് കൊടുക്കാതെ നമുക്ക് സംഭരിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ വലിയ പ്രതിസന്ധി അല്ലെ? പാകിസ്ഥാൻ ഉറ്റുനോക്കിയാലും നമുക്കത് പറ്റുമെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വെള്ളം എങ്ങനെ ഉപയോഗപ്പെടുത്തും? നമ്മൾ സംഭരിച്ചിട്ട് വലിയൊരു ഡാം ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചിട്ട് പൊട്ടിക്കാനല്ല പ്ലാൻ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്റർ റിവർ കണക്ഷൻസ് ആണ് നമ്മുടെ പ്ലാൻ. ആ ലിങ്കിങ് പ്രോജക്റ്റാണ് ഇന്റർ റിവർ ലിങ്കിങ് പ്രോജക്റ്റ്, IRLP എന്നാണെന്ന് തോന്നുന്നു ആ പ്രോജക്റ്റിൻ്റെ പേര്. ആ പ്രോജക്റ്റിൽ നമ്മൾ കുറേ സ്ഥലത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ചില സ്ഥലത്ത് വെള്ളപ്പൊക്കം, മറ്റേ സ്ഥലത്ത് വെള്ളമില്ലായ്മ. ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എല്ലായിടത്തും കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു കാലത്ത് മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ ഹൈദരാബാദിൽ 26 ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടാങ്കുകളാണ് ഇപ്പോഴും നമ്മുടെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് കുറേയുള്ള സ്ഥലത്ത് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നമ്മൾ വെള്ളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് കുറച്ചൊന്ന് സോഴ്സ് ചെയ്തിട്ട് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പല സ്ഥലത്തും നമ്മുടെ ഭാരതത്തിലുള്ള പ്രോബ്ലം വെള്ളമില്ലാത്ത കുറേ സ്ഥലവും കുറേ ടാങ്കുകളും അതൊന്നും ശുദ്ധമല്ലാതിരിക്കാൻ കാരണം മഴവെള്ളം മാത്രം ശേഖരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇവയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് റണ്ണിങ് റിവേഴ്സായിട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിൽ, കുറേ ടാങ്കുകളും കുറേ അത്തരത്തിലുള്ള റിവേഴ്സൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിലൊക്കെ മൂലകങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റികൾ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ കണക്ട് ചെയ്ത് എല്ലാവർക്കും ശുദ്ധവെള്ളവും എല്ലാവർക്കും ആവശ്യമുള്ള അഗ്രികൾച്ചർ ഉപയോഗിക്കുന്ന വെള്ളവും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആത്യന്തികമായിട്ട് വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഈ ഹരിയാന പോലെയുള്ള ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാകും. അതാണ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ പഞ്ചാബിൽ പോലും നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ തൊട്ടടുത്തും പഞ്ചാബിലും വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടായി. അതെ. ഇതൊക്കെ മാറ്റണം. ആ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഡെസേർട്ട് ഉണ്ടല്ലോ കുറേ. അതെ, ആ വെള്ളം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഡെസേർട്ടൊക്കെ നാണുമ്പോൾ പുല്ല് മുളക്കാൻ എളുപ്പമെന്നാലോചിച്ചു. വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. ഇപ്പം ഞാൻ പണ്ടൊക്കെ 2000-ലൊക്കെ UAE പോകുന്ന സമയത്ത് ഡെസേർട്ടായിട്ട് കണ്ട സ്ഥലത്ത് ഒരു 2020-ലൊക്കെ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് പച്ചപ്പായിട്ടുണ്ട്. വലിയ പ്രോജക്റ്റുകളാണ്. ചൈനയിലൊക്കെ എത്രയോ സ്ഥലം, ചൈനയിൽ ഇതേപോലെ പ്രോബ്ലമുള്ള സ്ഥലമാണ്. മംഗോളിയ ചൈന ബോർഡറിലൊക്കെ ഫ്ലഡ് ഉണ്ടാവുന്ന സ്ഥലമാണ്. അതേ സമയത്ത് അവർക്ക് തന്നെ കുറേ ഡെസേർട്ടും ഉണ്ട്. അവർ വലിയ പ്രോജക്റ്റുകളാണിപ്പോൾ. അവർക്കും ഇത്തരം വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോജക്റ്റായിട്ട് മാറ്റണം. അതുണ്ടാവും. അതുണ്ടാക്കേണ്ടത് ഭാരതത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഇന്ന് നമുക്ക് കാശുമുണ്ട്, ഇന്നുള്ള റിസോഴ്സും ഉണ്ട്, ടെക്നോളജിയും ഉണ്ട്. അപ്പോൾ ഇത് നടത്താൻ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രോജക്റ്റുകൾ ഉണ്ടാക്കി എത്രയോ നല്ല പ്രോജക്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുള്ള വേറൊരു ഗവൺമെൻറ് ഈ മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. പ്രോജക്റ്റുകളൊക്കെ മനസ്സിലും സങ്കല്പത്തിലും പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നടന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇന്ത്യൻ അതിർത്തി കഴിഞ്ഞ് അമിതമായിട്ട് ഒഴുകി പോകുന്ന വെള്ളം ഇവിടെ തന്നെ സംഭരിച്ച് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സംഭരിക്കുന്നതിനേക്കാളും കൂടുതൽ ഡിസ്ട്രിബ്യൂഷനാണ് ഉണ്ടാവുക. ഇലക്ട്രിസിറ്റിയും വെള്ളവും നമ്മൾ സംഭരിച്ച് വെക്കുന്നതിനേക്കാളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൽ മാത്രമേ നടക്കുകയുള്ളൂ. പല സ്ഥലത്തും ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നത് വെള്ളത്തിൽ നിന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ തന്നെയാണ്. അപ്പോൾ അത്തരം പ്രോജക്റ്റുകളൊക്കെ വരും. ഇതിനൊക്കെ പൊക്കി ഒരു മലയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ അത്തരം പീക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചാടിച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാളും നല്ല സൊല്യൂഷൻ എന്താണുള്ളത്. വരട്ട പദ്ധതികൾ അഭിമാനിക്കാം. വലിയ പദ്ധതികൾ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അത്തരം പദ്ധതികൾ ഉണ്ടാവണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം.
കേരളത്തിലൊക്കെ അങ്ങനെ കണക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ഫ്ലഡും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പലപ്പോഴും. അതാണ് ഉണ്ടാവേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.